വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും ആക്രമിച്ച കേസിൽ പ്രകോപനമുണ്ടാക്കിയത് പ്രതി പാൽരാജ് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. കുട്ടിയുടെ പിതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആക്രമണം ആസൂത്രിതമെന്നാണ് പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ പ്രതികരണം. ഇന്നലെ ഉണ്ടായത് തികച്ചും ക്രിമിനൽ കുറ്റമാണ്. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അത് ആളുകൾ ടൗണിൽ വരുന്നു പോകുന്നു, അതിനിടയിൽ ഇവർ കരുതിക്കൂട്ടി വന്ന് ചെയ്തതാണ് ഈ സംഭവം എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ആക്രമിച്ചത് എന്നും പോലീസിന്റെ കള്ളക്കേസെന്നും പാൽരാജിന്റെ കുടുംബം പ്രതികരിച്ചു. ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം കാണണം. പലപ്പോഴും ഈ കണ്ണൻ്റെ കുടുംബക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആരും വന്ന് ചോദിച്ചിട്ടില്ല. അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ പേടിച്ച് ഒതുങ്ങി. ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന. എൻ്റെ കെട്ടിവനെ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. ദയവ് ചെയ്ത് ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സ്ത്രീജ്വാല എന്ന പേരിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വണ്ടിപ്പെരിയാറിലാണ് ഈ പ്രതിഷേധം. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി വണ്ടിപ്പെരിയാറിൽ നിന്ന്. വിഷ്ണു, അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ജില്ലയിൽ മാറുന്നുണ്ട് ഇന്നലത്തെ അക്രമം. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. കോൺഗ്രസ് ആകട്ടെ ആ കുടുംബത്തിന് നീതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഇന്നലെ പറഞ്ഞത് ഈ സുരക്ഷയടക്കം ഏർപ്പെടുത്തുമെന്നാണല്ലോ. അതിലൊക്കെ ഒരു തീരുമാനവുമായിട്ടുണ്ടോ വിഷ്ണു? ഉന്മേഷ്, പാൽരാജിന്റെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ എഫ്ഐആർ പ്രകാരം പോലീസ് വ്യക്തമാക്കുന്നത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്. ഇത് പ്രകോപിപ്പിച്ചത്, ഈ കുടുംബത്തെ പ്രകോപിപ്പിച്ചത് പാൽരാജാണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പാൽരാജിന്റെ കുടുംബം ആരോപിക്കുന്നത് അങ്ങനെയല്ല. ഈ പെൺകുട്ടിയുടെ പിതാവ് പാൽരാജിനെ ആക്രമിക്കുകയായിരുന്നു. സ്വയരക്ഷയ്ക്ക് എന്ന രീതിയിലാണ് പാൽരാജ് പ്രതിരോധിച്ചത്. അതിൽ നിന്നാണ് ഈ ആക്രമിച്ചത്. കത്തി ഉപയോഗിച്ചല്ല കുത്തിയത്. അത് ഈ തയ്യൽ ജോലിക്കാരനാണ് പാൽരാജ്. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. പോലീസ് തങ്ങളെ മനഃപൂർവ്വം വേട്ടയാടുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. പക്ഷേ പോലീസ് കൃത്യമായി എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് പീരുമേട് എംഎൽഎ ആയ വാഴൂർ സോമന്റെ പ്രതികരണം വന്നത്. ഈ അക്രമത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. അതിദാരുണമായ സംഭവമാണ്, ക്രിമിനൽ സംഭവമാണ്. അതിന് കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുന്നതിന് അട്ടിമറി നടത്തിയത് വാഴൂർ സോമനാണ് എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ അതെല്ലാം പൂർണ്ണമായും അദ്ദേഹം തള്ളുകയാണ്. ഈ കേസിൽ അതായത് ഈ കേസിൽ നീതി ലഭിക്കുന്നത് വരെ കുടുംബത്തിനൊപ്പം താൻ ഉണ്ടാകും. പ്രതി അർജുൻ തന്നെയാണ് ഈ ഘട്ടത്തിലും താൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കേസിന്റെ എല്ലാ ഘട്ടത്തിലും കുടുംബത്തിനൊപ്പം നിൽക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ സ്ത്രീജ്വാല വണ്ടിപ്പെരിയാറിൽ നടക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ ഈ സ്ത്രീജ്വാല നടത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന പരിപാടി AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നലെ കോൺഗ്രസ് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിക്കുന്നതിൽ ഒരു വലിയ അട്ടിമറി CPIന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിച്ചു എന്നുള്ളതാണ്. അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുക. ഈ കേസിൽ ഒരു പുനരന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ കേസ് ഹൈക്കോടതി വീണ്ടും ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ കേസ് ഡയറിയും ഇതേ ചാർജ് ഷീറ്റുമായി കോടതിയിൽ ചെല്ലുന്നതിനപ്പുറത്ത് ഒരു പുതിയ ഉദ്യോഗസ്ഥനെ വെച്ച് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നലെ ഈ കുടുംബത്തിനുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെയാണ് കുട്ടിയുടെ കുടുംബത്തിനും അതോടൊപ്പം വീടിനും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുമെന്നൊരു പ്രസ്താവന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കുട്ടിയുടെ വീട്ടിൽ ഇനി സ്ഥിരമായി പോലീസിനെ നിയോഗിക്കാനാണ് നിലവിൽ തീരുമാനം. സുരക്ഷയുടെ ഭാഗമായതോടൊപ്പം പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കേസ് വീണ്ടും സജീവമാകുന്നു. കുട്ടിക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ആകെ അത് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. ഇപ്പോൾ ഈ പാൽരാജിന്റെ കുടുംബം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട്,
ആദ്യം ആക്രമിച്ചത് കുട്ടിയുടെ പിതാവാണെന്ന തരത്തിലാണ് അവരുടെ ആരോപണമൊക്കെ വരുന്നത്. പക്ഷേ പോലീസിന്റെ എഫ്ഐആർ ആ നിലയ്ക്കല്ല. പോലീസ് അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ് പോലീസുമായി സംസാരിച്ചിരുന്നു. ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് പാൽരാജ് തന്നെ എന്ന് അടിവരയിട്ട് പറയുകയാണ് പോലീസ്. അതിൽ നിന്നുണ്ടായ സംഘർഷമാണ്. സംഘർഷത്തിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ആ ഉപകരണം ഉപയോഗിച്ച് കത്തി എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് കത്തിയല്ല, മറ്റൊരു ഉപകരണമാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ആ ഉപകരണം വെച്ചാണ് ഈ കുട്ടിയുടെ പിതാവിനെയും അതോടൊപ്പം തന്നെ മുത്തച്ഛനെയും കുത്തി പരിക്കേൽപ്പിച്ചത്. അവരുടെ കഴുത്തിനും അതോടൊപ്പം നെഞ്ചിനും അതോടൊപ്പം കാലിനും കൈക്കുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ലഭിക്കുന്ന വിവരം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണമാണോ എന്ന് ആദ്യഘട്ടത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇന്നലെ SP തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അവിടെ ഉണ്ടായ ആ തർക്കത്തിൽ, പൊടുന്നതിനുണ്ടായ ആ തർക്കത്തിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എന്നല്ല, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ ആക്രമണം ഒരു തരത്തിലുള്ള ആസൂത്രണവും ഇതുമായി ബന്ധപ്പെട്ട ഇല്ല. പക്ഷേ ഈ കുത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് തന്നെ കുത്തി എന്നുള്ളതാണ് FIR വ്യക്തമാക്കുന്നത്. 307 ഉൾപ്പെടെയുള്ള, അതായത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പാൽരാജിനെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വണ്ടിപ്പെരിയാറിൽ നിന്ന് വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.